സഹൃദയരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു വിനയത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായ കഥ പരിശുദ്ധ കർമ്മല അമ്മ. പരിശുദ്ധ അമ്മേ കർമ്മലനാഥേ, ഇന്ന് ജഗത്തിൻ ദീപമേ, കണ്ണീർ കടലിൽ തുഴയും മർത്യന് കരങ്ങൾ നീട്ടും പുണ്യവതി. ഈ കഥ നടക്കുന്നത് ഗലീലയിലെ നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ആ കാണുന്നതാണ് യോവാക്കീമിന്റെയും അന്നയുടെയും വീട്. നോക്കൂ, ഒലിവ് മരങ്ങൾക്കിടയിലൂടെ ഓടി വരുന്ന സുന്ദരി പെൺകിടാവിനെ. അതാണ് യോവാക്കീമിന്റെയും അന്നയുടെയും സുന്ദരിയായ മകൾ മേരി. ചെമ്പനീർ തോപ്പിലെ പൊൻപനി നീർപോൽ സുന്ദരിയാണവൾ നന്മ മേരി. എളിമയും ദയയും സ്നേഹവും അങ്ങനെ മഹിമകളേറെ ഇവൾക്ക് സ്വന്തം. എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? കഴുതപ്പുറത്തു നിന്നിറങ്ങുന്ന യുവ കോമളനെ കണ്ടോ നിങ്ങൾ? അതാരാന്നോ? ദാവീദ് ഗൃഹത്തിലുള്ള യോസഫാണ് ആ യുവ കോമളൻ. അവനെ കണ്ടതും മേരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. കാരണം ഇന്ന് അവരുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം പ്രാർത്ഥനാ നിരതയായിരുന്ന മേരിയുടെ മുന്നിൽ അതിശക്തമായ പ്രകാശത്തോടുകൂടി, ദിവ്യ തേജസ്സോടുകൂടി ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആ മാനുഷിക പ്രഭാവം കണ്ട് മേരി ഭയന്നു. ദൂതൻ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ദൈവത്തിൻ പുത്രന് ജന്മമേകാൻ കന്യകെ നിന്നെ തിരഞ്ഞെടുത്തു. മാനോകരെല്ലാം കാത്തിരുന്ന രക്ഷകൻ നിന്നുദരത്തിൽ വരും. ഇത് കേട്ട് മേരി വീണ്ടും ഭയന്നു. കാരണം തന്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകരക്ഷകന്റെ അമ്മയാകുന്നത് വലിയ പദവിയാണെങ്കിലും യഹൂദ നിയമപ്രകാരം വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലാവുന്ന കുറ്റമാണ്. എന്നാൽ ദൈവഹിതത്തിന് മുൻപിൽ മേരി തന്റെ ശിരസ് നമിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ ഇതാ നിന്റെ ദാസി, നിൻ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. കർത്താവേ ഇതാ നിന്റെ ദാസി. ദൈവഹിതത്തിന് മുൻപിൽ മേരി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കാലങ്ങൾ കടന്നുപോയി. യോസഫും മേരിയും നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. അവിടെ വെച്ച് രാത്രിയിൽ അവൾക്ക് പ്രസവവേദന എടുത്തു. തലചായ്ക്കാൻ ഒരിടം പോലും അവർക്ക് ലഭിച്ചില്ല. പല വാതിലുകൾ അവർ മുട്ടി. വാതിലുകൾ പലതും കൊട്ടിയടച്ചവർ വാതിലെല്ലാം. തലചായ്ക്കാൻ ഇടമില്ല, വേദനയോ സഹിയില്ല. എത്തിയവരൊരു പശുത്തൊഴുത്ത്. ആ മരം കൂച്ചുന്ന തണുപ്പിൽ കൊട്ടാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ മേരി ആ ലോകരക്ഷകന് ജന്മം നൽകി. കാലങ്ങൾ കടന്നുപോയി. ഉണ്ണീശോ വളർന്നു. അനേക നന്മകൾ ലോകത്തിനു വേണ്ടി ചെയ്തു. അനേക രോഗികളെ സുഖപ്പെടുത്തി. മരിച്ചവരെ ഉയർപ്പിച്ചു. ഒടുവിൽ മനുഷ്യ പാപങ്ങൾക്കായി കുരിശിലേക്ക് യാത്രയായി. സ്വന്തം മകൻ കുരിശുമായി നടന്നു നീങ്ങുമ്പോൾ ആ അമ്മയുടെ ഹൃദയം തകർന്നു. വൃദ്ധനായ ശിമോൻ പ്രവചിച്ചതുപോലെ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഉരുകുന്ന ഹൃദയവുമായി ഒരമ്മ തൻ ഹൃദയം തേങ്ങി. തിരുചോര ചിന്തി കുരിശുമായി നീങ്ങും മകനെ നോക്കി അമ്മ തേങ്ങി. ഹൃദയം പിടഞ്ഞമ്മ തേങ്ങി. ഈശോയെ കുരിശിലേറ്റിയപ്പോൾ ഭയം മൂലം ശിഷ്യന്മാരിൽ പലരും ഓടി മറഞ്ഞു. എന്നാൽ തന്റെ മകന്റെ അവസാന നിമിഷങ്ങൾ ഹൃദയം തകർന്ന് തളരാതെ ആ കുരിശിൻ ചോട്ടിൽ അമ്മ നിന്നു. ഈശോ തന്റെ അവസാന നിമിഷം തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ അരികിൽ വിളിച്ച് തന്റെ അമ്മയെ ചൂണ്ടി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അന്നു മുതൽ അവൾ ലോകത്തിന് മുഴുവനും അമ്മയായി. പിന്നീട് കണ്ടത് വിശ്വാസത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ഒടുവിൽ എല്ലാ ദുഃഖങ്ങൾക്കും ഒടുവിൽ അമ്മ ആ മകന്റെ ഉദ്ധാനത്തിൽ സാക്ഷിയായി. സ്വർഗത്തിലേക്ക് ഉടലോടെ ലോകമാതാവ് എടുക്കപ്പെട്ടു. സ്വർഗത്തിലിരുന്നു കൊണ്ട് അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നന്മ നിറഞ്ഞ അമ്മേ, നിന്റെ തിരുപാദ പീഠം ഞങ്ങൾ വരുന്നു. വിശുദ്ധിയിൽ ജീവിതം ജീവിച്ചിടാൻ അനുഗ്രഹമേകണേ ഞങ്ങൾക്കെല്ലാം. എല്ലാ മാനവരാശിക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.